ലഹരിക്കടത്ത് ഇങ്ങനെ സാധാരണ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സംശയമാണ്. പലതരത്തിലും, അതായത് ഈ ബാഗിൽ കൊണ്ടുവരിക, കാറിൽ കൊണ്ടുവരിക, ബാഗിലാക്കി ബസ് മാർഗം യാത്ര ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യുക, വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും കസ്റ്റംസിൻ്റെ പിടിയിലാകുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അവിടെ കൃത്യമായി ആ തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്, എന്നിട്ടും അതുവഴി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ കൊറിയർ മാർഗമാണ് കൊച്ചിയിലേക്ക് ലഹരി കടത്ത് വരുന്നത്. അത് സാധാരണമായി മാറിയിരിക്കുന്നു എന്നാണ്. ഇതിലെല്ലാം രാജ്യാന്തര ലഹരി സംഘങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്ന വാർത്തയാണ്. വിദേശങ്ങളിൽ നിന്ന് എത്തുന്ന മാരക ലഹരികളുടെ മൊത്ത വിൽപ്പനക്കാരായും ഇടനിലക്കാരായും സംസ്ഥാനത്ത് നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാർക്ക് നെറ്റ് വഴിയുള്ള രാസലഹരി കേസിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NCP. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ഇനി വന്ന് ഈ കഞ്ചാവിൻ്റെ കട എങ്ങ് തുറന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അത്രയധികം കഞ്ചാവ് കടത്ത് ഉണ്ടാകുന്നു, മറ്റ് രാസലഹരി അടക്കമുള്ള കടത്ത് ഉണ്ടാകുന്നു. ഇതിപ്പോൾ കൊറിയർ മാർഗമുള്ള കടത്താണ്. അതിന് പിന്നിലും രാജ്യാന്തര സംഘങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് പ്രതീക്ഷ, അല്ലേ? അതെ വീണ, അതായത് കൊച്ചി എന്ന് പറയുന്ന മെട്രോ നഗരം ഒരു ലഹരി ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് കഴിഞ്ഞ ദിവസം ജൂലൈ 1-ാം തീയതിയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമലോൺ NCB തകർത്തത്. അതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസനെ NCB അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള കണ്ടെത്തലുകൾ പറയുന്നത് ഈ എഡിസൺ എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ ചെറിയൊരു കണ്ണി മാത്രമാണ്. വിവിധ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യാന്തര തലത്തിലുള്ള സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് NCBക്ക് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും എഡിസനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കടക്കുക. നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസും അതോടൊപ്പം എക്സൈസ് NCB സംഘങ്ങൾ വലിയ രീതിയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ പാഴ്സൽ, കൊറിയർ വഴിയുള്ള പാഴ്സൽ കണ്ടുപിടിക്കുക എന്നുള്ളത് സങ്കീർണകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. കാരണം ഈ കൊറിയർ സ്ഥാപനങ്ങളിലൊന്നും തന്നെ പാഴ്സൽ സ്കാനർ പോലെയുള്ള ഉപകരണങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ കൊറിയറിൽ വരുന്ന വസ്തുക്കൾ അത് ലഹരി വസ്തുക്കളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകില്ല. കൃത്യമായിട്ടുള്ള സൂചനകൾ ഇല്ലാത്ത പക്ഷം ഈ പാഴ്സൽ തുറക്കാനും സാധിക്കില്ല. തപാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ ഈ LSD അടക്കമുള്ള രാസലഹരി കടത്തുന്നത്. ഈ പറയുന്ന എഡിസണിൽ നിന്ന് തന്നെ 208 LSD ബ്ലോട്ടുകളാണ് പിടികൂടിയത്. എന്തായാലും പാഴ്സൽ സർവീസ് വഴി ഈ ലഹരി കടത്ത് അത് വലിയ രീതിയിൽ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം NCB നടത്തുന്നുണ്ട്. പോലീസും എക്സൈസും സമാന്തരമായിട്ടും അന്വേഷണം നടത്തുന്നുണ്ട്. എഡിസനെ കേന്ദ്രീകരിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തതിനു ശേഷം കൂടുതൽ ആളുകളിലേക്കും സംഘങ്ങളിലേക്കും എത്തുമെന്നാണ് അനുമാനിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ പറയുന്ന കെറ്റാമലോൺ വഴി കൊച്ചിയിലേക്ക് ലഹരി കടത്തിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ലഹരി കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് NCBക്ക് ലഭിച്ച വിവരം. എന്തായാലും NCB വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കെറ്റാമലോൺ തകർത്തു എന്നുള്ളത് NCBയെ സംബന്ധിച്ച് വലിയൊരു ദൗത്യമായിരുന്നു. അത് വലിയ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും എഡിസിന് പുറമെ മുഖ്യ ആസൂത്രകരിലേക്കും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം എത്തേണ്ടതുണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിലേക്ക് NCB കടക്കുകയും ചെയ്യുന്നുണ്ട്. വീണ, ഓക്കെ, ശരി രേഷ്മ.